ഹായ് ഡിയേഴ്സ്, നമുക്കിതാ വേസ്റ്റായിപ്പോയ പപ്പടം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഭംഗിയിലെ ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. നമ്മളിത് പേപ്പറിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പേപ്പറിലല്ല, നമ്മൾ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു കോർണറിലൊക്കെ ഉള്ള ആ ഭാഗമൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പപ്പടങ്ങൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ലീവ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ 4ആയിട്ട് മടക്കിയതിന് ശേഷം ലീവ്സും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ പേപ്പറിൽ ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ബോട്ടിലിന് ഒരു കോട്ട് വൈറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം റെഡ് കളർ കോട്ടിങ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഒന്ന് ചുരുട്ടി എടുക്കാം. അധികം ടൈറ്റ് ആക്കേണ്ട, പപ്പടം ഇങ്ങനെ അമരുമ്പോൾ പൊട്ടി പോകുന്ന ഇതാണ്. അപ്പം അധികം ടൈറ്റ് ആക്കാണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ റൗണ്ട് ഉള്ള ഒരു സ്ഥലത്തും അതിലേക്ക് ഇത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫെവിക്കോൾ ആയാൽ കുറച്ചൊരു ഒന്നത് പപ്പടമാണ്, അപ്പോൾ നനഞ്ഞ ഒരു പരിവായി പോകും. അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്കൊക്കെയാണ് അല്ലെങ്കിൽ ഫെവി സ്റ്റിക്കൊക്കെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കണം. പല സൈസുള്ളതാണ് ചെയ്യുന്നത്. വലിയ സൈസുള്ളതും ചെറിയ സൈസുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഉണങ്ങിക്കിട്ടും, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അങ്ങനെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ലീവ്സും ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് ബോട്ടിലൊന്ന് ഒട്ടിച്ചെടുക്കാം. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്നൊക്കെ നമ്മളിഷ്ടമാണ്. അപ്പം ആദ്യം ഞാനിപ്പം വലിയ സൈസുള്ളത് താഴെ ഒട്ടിച്ച് മുകളിലേക്ക് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെ പൂക്കളുടെ ഒരു പൂങ്കുല പോലെ അങ്ങനെ വരുന്ന രീതിയിൽ താഴെ വലിയ സൈസുള്ളതും മുകളിലേക്ക് ചെറിയ സൈസിലേക്ക് എത്തുന്ന രീതിയിലും അവസാനം ഒരു മൊട്ട് പോലുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഇടയിലായിട്ട് വേണം നമ്മൾ ലീവ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സിനെ ഇങ്ങനെ നടുക്കൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ ഒരു 3D എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ലീവ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ അവിടെ ആയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പപ്പടം എന്ന് കണ്ടാൽ പറയില്ല, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് കളർ ചെയ്തെടുക്കാം. വയലറ്റും യെല്ലോവും കളറിൽ നമ്മൾ റോസ് ചെയ്തെടുക്കുകയാണ്. ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ റെഡ് കളർ ബോട്ടിലായതുകൊണ്ട് വൈറ്റും നന്നായിട്ട് ചേരും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വയലറ്റും അതുപോലെ യെല്ലോ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ലീവ്സും കൂടി ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.